പുണ്യനദിയായ പമ്പയുടെ കൈവഴിയായ കുമ്പളംതൊട്ടിലെ വെള്ളമാണ് ഉരുൾക്കുഴി തീർത്ഥമായി രൂപാന്തരപ്പെടുന്നത്. വനത്തിനുള്ളിൽ നിന്നുത്ഭവിച്ച് പാറക്കെട്ടുകളിലൂടെ ഒലിച്ചിറങ്ങുന്ന അരുവിയിലെ സ്നാനം തീർത്ഥാടകർക്ക് ഏറെ പ്രിയപ്പെട്ടത്. പാറക്കെട്ടിൽ വെള്ളം പതിക്കുന്നിടത്ത് ഉരുൾ പോലെ രൂപാന്തരം പ്രാപിച്ചതാണ് ഈ പേരിന് കാരണം. ഒരാൾക്ക് മാത്രം സ്നാനം ചെയ്യാവുന്ന വലുപ്പത്തിലാണ് ഉരുൾക്കുഴിയുള്ളത്. ശബരിമലയിൽ അയ്യപ്പനെ തൊഴുതാൽ ഉരുൾക്കുഴിയിൽ വന്ന് കുളിച്ചാൽ ചെയ്ത പാപങ്ങൾ മൊത്തം തീരുമെന്നാണ് അപ്പോൾ വിശ്വാസം. പൂർവികരായിട്ട് വിശ്വസിച്ച് വരുന്നത്. ആ വിശ്വാസത്തിന് മുകളിലാണ് ഇവിടെ വന്ന് എല്ലാവരും മുങ്ങി കുളിക്കാൻ തയ്യാറാവണം. മഹിഷി നിഗ്രഹ ശേഷം അയ്യപ്പൻ സ്നാനം നടത്തിയത് ഇവിടെയാണെന്ന് ഐതിഹ്യം പറയുന്നു. ഇതാണ് ഉരുൾക്കുഴിക്ക് ഇത്രയേറെ പ്രാധാന്യമുണ്ടാകാൻ കാരണം. സന്നിധാനത്ത് നിന്ന് 1 കിലോമീറ്റർ അകലെ വനാന്തർ ഭാഗത്താണ് ഉരുൾക്കുഴിയുള്ളത്. കാടും മലയും താണ്ടി അയ്യപ്പ ദർശനത്തിനായി എത്തുന്നവർ ഉരുൾക്കുഴി സ്നാനത്തിന് ശേഷമാണ് മലയിറങ്ങുന്നത്. ഇക്കുറി കാലവർഷം കനിഞ്ഞതിനാൽ ധാരാളം വെള്ളവുമുണ്ട് ഇവിടെ. തൃപ്പടിയെയും ഇരുമുടിക്കെട്ടിനെയും പോലെ തീർത്ഥാടകർ ഭക്തിയോടെ കാണുന്നതാണ് ഉരക്കുഴി തീർത്ഥം. ഇവിടെ എത്തുന്ന ഓരോ ഭക്തനും ശ്രേഷ്ഠമായ ഈ ഉരക്കുഴിയിൽ കുളിച്ചാണ് മടങ്ങാറ്. ക്യാമറ പേഴ്സൺ റോബിൻ ബിയാറിനൊപ്പം മനേഷ് മൂർത്തി, മീഡിയ 1, സന്നിധാനം.